ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡിപ്രഷനാണ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡിപ്രഷൻ അനാലിസിസ് നടത്തിയാലോ? ഈ കാലഘട്ടത്തിൽ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നതാണ് ഐ എം ഡിപ്രസ്ഡ്. എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വന്നാൽ തന്നെ ഞാൻ ഡിപ്രസ്ഡ് ആണ്. സോ ആളുകൾക്ക് ഡിപ്രഷൻ്റെയും സാഡ്നെസ്സിൻ്റെയും ഡിഫറൻസ് പലപ്പോഴും മനസ്സിലാവാറില്ല. ഡിപ്രഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ലോങ് ടേം ആയിട്ടുള്ള സാഡ്നെസ് ആണ്. മോട്ടിവേഷൻ കുറവ്, അതായത് ഡിസിഷൻസ് എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ലോ സെൽഫ് എസ്റ്റീം, ഹോപ്പ്ലെസ്നെസ് ആൻഡ് ഹെൽപ്ലെസ്നെസ്. കുറച്ച് മേജർ കേസസിൽ സൂയിസൈഡൽ തോട്ട്സും മേ ബി സൂയിസൈഡ്സ് വരെയും ഡിപ്രഷനിൽ നടക്കാറുണ്ട്. ഇതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസും ആവശ്യമാണ്. കുറച്ചും കൂടി ക്ലിനിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ 3 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇവയാണ് ബ്രെയിനിലേക്ക് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇവയിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് കൊണ്ടാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ആ 3 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് സെറട്ടോണിൻ, നമ്മൾ ഹാപ്പി ഹോർമോൺസ് എന്നൊക്കെ പറയുന്നത്, പിന്നെ ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ പ്രവർത്തനമില്ലായ്മയോ ഡിപ്രഷന് കാരണമാകും. കോർട്ടിസോൾ അഥവാ സ്ട്രെസ് ഹോർമോൺ ഡിപ്രഷനുള്ള ആളുകളിൽ വളരെ കൂടുതലായിരിക്കും. WHO പ്രകാരം ജനസംഖ്യയുടെ 3.8% പേർക്കും വിഷാദമുണ്ട്. അതിൽ 5% മുതിർന്നവരാണ്. മുതിർന്നവരിൽ തന്നെ സ്ത്രീകളിൽ 6%, പുരുഷന്മാരിൽ 4% കണ്ടുവരുന്നു. 60 വയസ്സിന് മുകളിലുള്ള മുതിർന്നവരിലും 5.7% പേരും വിഷാദ രോഗത്തിന് അടിമയാണ്. ലോകത്ത് ഏകദേശം 280 ദശലക്ഷം ആളുകൾ വിഷാദ രോഗത്തിന് അടിമയാണ്. ഈ കണക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്. സോ ഡിപ്രഷൻ ആണ് എന്ന് പറയുന്നവരെ കളിയാക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക, അതിന് പകരമായിട്ട് അവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് തരത്തിലെ ഡിപ്രഷനുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, സോ ദാറ്റ് എല്ലാവർക്കും ഒരു ക്ലിയർ പിക്ചർ കിട്ടും ഏതൊക്കെ തരത്തിലുള്ള ഡിപ്രഷൻസ് ഉണ്ടെന്നുള്ളത്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആണ്. ഇതാണ് ഡിപ്രഷനിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഇതുള്ള ആളുകളിൽ വളരെ സാഡായിട്ടും ഹോപ്പ്ലെസ് ആയിട്ടും എല്ലാ ആക്ടിവിറ്റീസിലും ഇൻട്രസ്റ്റ് ഇല്ലാതെയും കാണുന്നവരാണ്. ഇവരിൽ കൂടുതലും സൂയിസൈഡൽ തോട്ട്സും പിന്നീട് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ ആവുമ്പോൾ സൂയിസൈഡ്സും സംഭവിക്കുന്നതാണ്. രണ്ടാമത്തേതാണ് പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ അഥവാ ഡിസ്തിമിയ. ഇതൊരു ലോങ് ടേം ഡിപ്രഷൻ്റെ ഫോമാണ്. ഇത് മേജർ ഡിപ്രഷൻ്റെ അത്ര ഇൻറ്റൻസ് അല്ലെങ്കിലും ഇതൊരു 2 വർഷമോ അതിൽ കൂടുതലോ ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ സിംറ്റംസ് ലോ മൂഡും ലോ എനർജിയും ഒക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബൈപോളാർ ഡിസോർഡർ അഥവാ മാനിക് ഡിപ്രഷൻ. ധനുഷിൻ്റെ 3 മൂവി കണ്ടവർക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടാവും. ബൈപോളാർ ഡിസോർഡർ ഉള്ള ആളുകൾക്ക് എക്സ്ട്രീം മൂഡ് സ്വിങ്സ് ആയിരിക്കും. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവർക്ക് 2 പീരീഡ്സ് ഉണ്ടാവും. 1 പീരീഡ് എന്ന് പറയുന്നത് ഡീപ്പ് ഡിപ്രഷനും രണ്ടാമത്തെ പീരീഡ് എന്ന് പറയുന്നത് മാനിയാക്കുമായിരിക്കും. ഇറ്റ് മീൻസ് ഓവർലി എനർജറ്റിക് ആൻഡ് എക്സൈറ്റഡ്. നാലാമത്തെ ഡിപ്രഷൻ സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ ആണ്. പേര് പറയുന്ന പോലെ തന്നെ സ്പെസിഫിക് സീസൺസിലായിരിക്കും ഈ ഡിപ്രഷൻ ഉണ്ടാവുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് തണുത്ത രാജ്യങ്ങളിൽ, സൂര്യൻ ഉദിക്കാത്ത രാജ്യങ്ങളിൽ ഉള്ള ആളുകൾക്ക് ഡിപ്രഷൻ ഫീൽ ചെയ്യാറുണ്ട്, ടയേർഡ്നെസ് ഫീൽ ചെയ്യാറുണ്ട്, അവർ സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്ന് വിഡ്രോ ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ടെന്നൊക്കെ. ഇതിനെയാണ് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഡിപ്രഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്യുന്നത്, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ഈ പേര് ഇപ്പോൾ പലരും കേട്ട് കാണും. ഇത് ചൈൽഡ് ബർത്തിന് ശേഷം ഉണ്ടാവുന്ന ഡിപ്രഷനാണ്. ഇത് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും മനസ്സിലാവുള്ളൂ. കുട്ടികളെ നോക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക്. വളരെയധികം സങ്കടവും ടെൻഷനും ഓവർവെൽമിങ്ങും ഒക്കെ ഇതിൽ ഫീൽ ചെയ്യും. അടുത്തത് പ്രീ മെൻസ്ട്രൽ സിംറ്റം ആണ്. ഇപ്പോൾ എല്ലാവരും തമാശയ്ക്ക് പറയുന്ന ഒരു പേരാണ് PMS എന്നുള്ളത്. ഇത് ചില സമയം വളരെ സിവിയർ ഫോം ആയിരിക്കാം, വളരെയധികം മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കാം. അമേരിക്കയിലൊക്കെ ഇത് കാരണം ഒരുപാട് ഡിവോഴ്സസ് നടക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സ്ത്രീകൾക്ക് വളരെ ഇറിറ്റേഷനും വളരെ മൂഡ് സ്വിങ്സും ഉള്ളൊരു അവസ്ഥയാണിത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വഴക്കിടാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും കൂടുതൽ ഇറിറ്റേഷൻസും അവരുടെ ഇമോഷൻസ് വാലിഡേറ്റ് ആവാതെയും ഒക്കെ ഫീൽ ചെയ്യുന്നതാണ്. സോ ഇതിന് നമുക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്നതിനേക്കാളും എളുപ്പം നമ്മൾ അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏഴാമത്തെ എറ്റിപ്പിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ആളുകൾക്ക് ചിലപ്പോൾ നല്ല മൂഡ്സും ഉണ്ടാവാം, മോശം മൂഡ്സും ഉണ്ടാവാം. സോ ഇത് ഒരു ടെമ്പററി മൂഡ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ ബാക്ക് ടു ഡിപ്രഷനിലേക്ക് ഫീൽ ചെയ്യും. നമ്മൾ കണ്ടിട്ടുണ്ട് ചിലർ വളരെ ഹാപ്പി ആയിട്ടിരിക്കും, പക്ഷെ ദേ മൈറ്റ് ബി ഫീലിംഗ് ഡിപ്രസ്ഡ് ഇൻസൈഡ്. സോ ഇതാണ് എറ്റിപ്പിക്കൽ ഡിപ്രഷൻ. സൈക്കോട്ടിക് ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിട്ടുള്ള ഫോമാണ്. റിയാലിറ്റിയിൽ നിന്ന് നമ്മുടെ ടച്ച് വിട്ടു പോവും. ഹാലുസിനേഷൻസും ഡെലൂഷൻസും ഒക്കെ ഫീൽ ചെയ്യും. ഒൻപതാമത്തെ സിറ്റുവേഷണൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് സ്ട്രെസ്ഫുള്ളോ അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവന്റ്, അതായത് നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ മരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടമാവുക, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ്, ഇതൊക്കെ കൊണ്ട് ട്രിഗർ ആവുന്ന ഒരു ഡിപ്രഷനാണ് സിറ്റുവേഷണൽ ഡിപ്രഷൻ. ഇത് തനിയെ ഇമ്പ്രൂവ് ആവാറുണ്ട്. ബിക്കോസ് നമ്മൾ ചിലപ്പോൾ റിക്കവർ ആയി പോവും, ചിലവർ അഡ്ജസ്റ്റഡ് ആവും, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ബെറ്റർ ആവും. അങ്ങനെ ഈ സിറ്റുവേഷൻ മാറാറുണ്ട്. പത്താമത്തെ ഡിസ്റപ്റ്റീവ് മൂഡ് ഡിസ്റെഗുലേഷൻ ഡിസോർഡർ. ഇത് കുട്ടികളിലും പിന്നെ അഡോളസൻസ് മീൻസ് ഒരു ടീനേജ് പ്രായത്തിലുള്ള ആളുകൾക്കും ഉണ്ടാവുന്നതാണ്.
ഇറിറ്റബിലിറ്റി ഉണ്ടാവും, ആങ്കർ ഇഷ്യൂസ് ഉണ്ടാവും, ടെമ്പർ ഔട്ട്ബേഴ്സ് ഉണ്ടാവും. ഇതൊരു ഒക്കേഷണൽ മൂഡിനെസ് ഒരു ഇറിറ്റബിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊന്നും അത്ര സിവിയർ ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ അല്ല. സോ നമുക്കിനി ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ ഡിപ്രഷനെ ഒന്ന് അനലൈസ് ചെയ്യാം. സോ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്. സോ ഹൗ ടു ബ്രേക്ക് ദിസ് സൈക്കിൾ? നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഡിപ്രഷൻ ഉണ്ടാകാനായിട്ടുള്ള മെയിൻ റീസൺ ഒരു സ്ട്രെസ്ഫുൾ ഇവന്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതാവും. വെദർ ഇറ്റ് ഈസ് നമ്മുടെ അടുപ്പുള്ള ഒരാളുടെ മരണമോ ഡിവോഴ്സോ ജോബ് ലോസോ എന്തോ ആയിരിക്കട്ടെ. ഒരു ഹെൽത്തി മൈൻഡുള്ള ഇൻഡിവിജ്വൽ അത് ചിലപ്പോൾ റിക്കവേർഡ് ആവും. പക്ഷേ റിക്കവർ ആവാത്ത ആളുകൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഇംബാലൻസ് ഉള്ള ആളുകൾ ഇതൊരു നെഗറ്റീവ് മാനറിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ബ്രെയിൻ തന്നെ കുറച്ച് നെഗറ്റീവ് വേസ് കണ്ടുപിടിക്കും. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ അഥവാ നിങ്ങൾക്കൊരു ആൾ ഫീഡ്ബാക്ക് തരുവാണ്. ആദ്യം അവർ തുടങ്ങുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കിലും പിന്നീട് അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്കിലേക്കും. സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് 50%, നെഗറ്റീവ് ഫീഡ്ബാക്ക് 50% ആണെങ്കിലും നിങ്ങളുടെ ബ്രെയിൻ നെഗറ്റീവിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൊളീഗ് ആ സെയിം പാൻറ്ററിൽ വന്നിട്ട് ഒരു കോഫി എടുക്കുന്നു. നിങ്ങളുടെ ഫേസിൽ നോക്കുന്നില്ല, നിങ്ങളോട് ഹായ് പറയുന്നില്ല, ആൻഡ് ഹി ജസ്റ്റ് ലെഫ്റ്റ്. സോ അതൊരു ന്യൂട്രൽ ബിഹേവിയർ ആണ്. ന്യൂട്രൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നെഗറ്റീവും ഇല്ല പോസിറ്റീവും ഇല്ല. പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ അത് നെഗറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യും. അയാൾ എന്തുകൊണ്ടാണ് എന്നെ നോക്കാതിരുന്നത്, അയാൾക്ക് എന്നെ ഇഷ്ടമല്ല, എൻ്റെ എന്ത് കാരണം കൊണ്ടായിരിക്കും അയാൾക്ക് എന്നെ ഇഷ്ടമല്ലാത്തത്, ഞാൻ എന്തൊക്കെയാണ് അയാളുടെ പ്രസൻസിൽ ചെയ്തത്, അങ്ങനെ ഒരുപാട് ഓവർ തിങ്കിങ് ഈ കേസസിൽ ഉണ്ടാവും. പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ ഇഗ്നോർ ചെയ്യാനും തുടങ്ങും. പിന്നെ ഓവർ ജനറലൈസേഷൻ, അതായത് എല്ലാം മോശമാണ്, ഈ ലോകം മോശമാണ്, ജീവിതം മോശമാണ്, ജോലി മോശമാണ്, അങ്ങനെ എല്ലാത്തിനെയും ജനറലൈസ് ചെയ്ത് പറയുക. ഇതിൽ എന്താണ് മോശം എന്ന് അയാൾ സ്പെസിഫൈ ചെയ്യില്ല, ഇതിൽ എല്ലാം മോശം എന്നേ പറയത്തുള്ളൂ. അതാണ് ഓവർ ജനറലൈസേഷൻ. ഈ ഓവർ ജനറലൈസേഷനിൽ വഴി അയാൾ പറയാണ് ഞാൻ തെറ്റാണ്, ഐ ആം ബാഡ്. നെഗറ്റീവ് സെൽഫ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. സോ ആസ് എ ഫ്രണ്ട് ഓർ ഫാമിലി നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും, അവരുടെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. സോ അവരുടെ ഇൻ്റർപ്രിറ്റിംഗ് ഓഫ് ഇവൻസിൻ്റെ പെർസെപ്ഷൻ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. സോ വെൻ ദേ എക്സ്പ്ലെയിൻ യു എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഈ മോശം കാര്യം സംഭവിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു പോസിറ്റീവ് ഔട്ട്ലുക്കിലേക്ക് മാറ്റാം. സോ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, 1 year ആയിട്ട് ജോലി ചെയ്യാത്തൊരു വ്യക്തി ആ 1 year കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ ഒരു ലേണിങ്ങോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് ആണെങ്കിൽ ആ ഡിവോഴ്സ് കാരണം പഠിച്ച പാഠങ്ങളും ഇനി റിപ്പീറ്റ് ചെയ്യാത്ത കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മൾ ലൈഫിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നടത്തുന്നത്. അതുപോലെ തന്നെ പ്രാക്ടീസിങ് യോഗ ഇസ് വെരി എഫിഷ്യൻറ്റ്, മെഡിറ്റേഷൻ, സോ ദാറ്റ് മൈൻഡ് കൺട്രോൾ നമുക്ക് തിരിച്ചു കിട്ടും. സോ വേറൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് റിമൂവിങ് ഐ ഫ്രം ദ ഇക്വേഷൻ, അതായത് എല്ലാം നമ്മൾ കാരണമാണ് വന്നതെന്നുള്ള അതെടുക്കുക. ആൻഡ് ജനറലൈസ്, ലൈക്ക് നമ്മൾ എന്നുള്ളത് ഉപയോഗിക്കാം ഐക്ക് പകരം. നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. അതായത് നമ്മളൊരു 2 പേര് 3 പേരായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ജനറലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സോഫ്റ്റ് ആവും, നമ്മൾ സെൽഫ് ക്രിറ്റിക്സ് വളരെ കുറയും. സോ അതൊരു എഫക്റ്റീവ് മെത്തേഡാണ്. സോ എന്താണ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്? ഇതൊരു സൈക്കോളജിക്കൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ഒരുപാട് പിക്ചേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നൊരു മോഡലാണ്. ഈ ടെസ്റ്റിലെല്ലാം ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്, സോ ദാറ്റ് എ പേഴ്സൺസ് പേഴ്സണാലിറ്റി ക്യാൻ ബി റിവീൽഡ്. സോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് അവ്യക്തമായിട്ടുള്ള പിക്ചേഴ്സ് വെച്ചിട്ടാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തുന്നത്. ഇതിലെ പിക്ചേഴ്സ് കണ്ടാൽ അറിയാം ഇതെല്ലാം അവ്യക്തമാണ്. ആൻഡ് ഹൗ യു ഇൻ്റർപ്രറ്റ് ദിസ്, അതായത് എന്ത് സ്റ്റോറിയാണ് നിങ്ങൾ ഇത് കണ്ട് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഈ പിക്ചറിൽ കാണുമ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ ശ്രമിക്കുകയാണോ, അതോ ഒരാൾ അയാളെ ബ്ലെസ് ചെയ്യാൻ ശ്രമിക്കുകയാണോ. സോ ഇതുപോലെയുള്ള അവ്യക്തമായിട്ടുള്ള പിക്ചേഴ്സും കൊണ്ട് നമ്മൾ ഒരാളെ കൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതുവഴി അവരുടെ പേഴ്സണാലിറ്റി നമ്മൾ അസസ് ചെയ്യുക. അതാണ് ഈ ടെസ്റ്റ്. സോ ഡിപ്രഷന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ലോകത്ത് ഒറ്റയ്ക്കല്ല എന്ന് വിചാരിക്കുക. ലെറ്റ് സീക്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. സോ എൻ്റെ വീഡിയോയുടെ മോട്ടീവും ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റ് ഫിസിക്കൽ ഇഷ്യൂസ് പോലെ തന്നെ മെൻ്റൽ ഇഷ്യൂസും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.